ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആഡ്സെൻസിലെ ID വെരിഫിക്കേഷൻ ഇത് പാൻ കാർഡൊന്നുമില്ലാതെ എങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ ഏതെല്ലാം ഡോക്യുമെൻ്റ് എല്ലാമാണ് നമുക്ക് ID വെരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ എനിക്ക് മെസ്സേജ് അയച്ച ഒരു സബ്സ്ക്രൈബർ അവർ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ആഡ്സെൻസിൽ അവരുടെ വീട്ടിലെല്ലാം വിളിക്കുന്ന, അതായത് പെറ്റ് നെയിം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ആഡ് ചെയ്തിരുന്നത്. എന്നാൽ ഒരിക്കലും ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ള നെയിം എന്താണോ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഇത്തരത്തിൽ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ പേരെല്ലാം കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ് നെയിം ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ID ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലാഘവത്തോടു കൂടി നമ്മൾ ആഡ്സെൻസിൽ നമ്മുടെ പേരൊന്നും കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഡോക്യുമെൻ്റ് പ്രകാരമുള്ള ഇതനുസരിച്ചുള്ള നെയിം എല്ലാം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ്സെൻസിൽ പലവിധ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നോക്കാം. അതുപോലെ നമുക്ക് ആഡ്സെൻസിൽ ഏതെല്ലാം ഡോക്യുമെൻ്റ് എല്ലാം കൊടുക്കാം എന്നതിനെ കുറിച്ചെല്ലാം നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ മോണിറ്റൈസേഷന് വേണ്ടി കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ ഇവിടെ സ്റ്റെപ്പ് 2 എററാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ സ്റ്റെപ്പ് 2 എറർ എന്നതിൽ നമുക്കൊരു ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. ഫിക്സ് ഇൻ ആഡ്സെൻസ് എന്നൊരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ വേരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഈ വേരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്നതിൽ നമുക്കിവിടെ ടേക്ക് ആക്ഷൻ എന്നൊരു ബട്ടൺ എല്ലാം കാണാം. അതിനാൽ തന്നെ നമുക്കിവിടെ ടേക്ക് ആക്ഷൻ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടേക്ക് ആക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് സം ഇൻഫോ അബൌട്ട് യുവർ സെൽഫ് ടു കണ്ടിന്യൂ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു നേരെയായി നിങ്ങൾക്കിവിടെ വേരിഫൈ നൗ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഇവിടെ ഈ വേരിഫൈ നൗ എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഫെയിൽ ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ സ്റ്റെപ്പ് 2 പെൻഡിങ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യം നമുക്ക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാം വെരിഫിക്കേഷൻ കുഡ് നോട്ട് ബി കംപ്ലീറ്റഡ്, ദി അപ്ലോഡഡ് ഡോക്യുമെൻ്റ് ഈസ് നോട്ട് ആൻ ആക്സെപ്റ്റഡ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡോക്യുമെൻ്റ് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ല ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് താഴെയായി ഇവിടെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം ഡോക്യുമെൻ്റാണ് നമുക്ക് ഇത്തരത്തിൽ ID വെരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആക്സെപ്റ്റഡ് ഫോം ഓഫ് ID എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഉള്ളവർക്ക് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് അല്ല എങ്കിൽ മറ്റൊരു ID എന്ന് പറയുന്നത് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് യൂസ് ചെയ്ത് നമുക്ക് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ പാൻ കാർഡ് എല്ലാം യൂസ് ചെയ്ത്, അതായത് നിങ്ങൾക്ക് ഒറിജിനലായ ഒരു പാൻ കാർഡ് എല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു പാൻ കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ID വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം അവസാനമായി നമുക്ക് ലഭിക്കുന്ന ഒരു ID എന്ന് പറയുന്നത് വോട്ടേഴ്സ് ID ആണ്. അപ്പോൾ ഈ വോട്ടർ ID യൂസ് ചെയ്ത് നമുക്ക് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ആഡ്സെൻസിൽ ID വെരിഫിക്കേഷന് വേണ്ടി ഇതിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നെക്സ്റ്റ് എന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ IDയിൽ ഏതെങ്കിലും ഒന്നെല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ഈ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്ന പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സാധാരണയായി കാണാൻ സാധിക്കുക ലീഗൽ നെയിം എന്നെല്ലാം കാണിക്കും. അതായത് നിങ്ങളുടെ കറക്റ്റായ പേരെല്ലാം കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ IDയിലുള്ള അതേ പേര് തന്നെ ആയിരിക്കണം നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ IDയിലുള്ള അതേ പേരെല്ലാം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ IDയുടെ ഫസ്റ്റ് പേജ് അതുപോലെ ലാസ്റ്റ് പേജ്, ഇപ്പോൾ നിങ്ങൾ വോട്ടേഴ്സ് ID എല്ലാമാണ് കൊടുക്കുന്നതെങ്കിൽ വോട്ടേഴ്സ് IDയുടെ ഫസ്റ്റ് പേജ്, അതായത് ഫ്രണ്ട് പേജ്, അതുപോലെ ലാസ്റ്റ് പേജ്, അതായത് ബാക്ക് സൈഡ്, ഈ 2 പേജ് നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റായി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അതിനുശേഷം നിങ്ങളുടെ കറക്റ്റായ അഡ്രസ്സ് ഇത് കറക്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നെല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇത്തരത്തിൽ ഈ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ID വെരിഫിക്കേഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയ ഒരു വീഡിയോ എല്ലാം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ 4 ഡോക്യുമെൻ്റാണ് നമ്മൾ ഇമ്പോർട്ടൻ്റായി നമ്മൾ കരുതേണ്ടത്. ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് യൂസ് ചെയ്ത് നമുക്ക് ID വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം.
പലരും തെറ്റായി ഇവിടെ ആധാർ എല്ലാം കൊടുക്കാറുണ്ട്. എന്നാൽ ആധാർ എന്നത് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ല. അതിനാൽ തന്നെ ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിൽ ഇൻകറക്റ്റായ ഡോക്യുമെൻ്റ് ഒന്നും കൊടുക്കാതിരിക്കുക. ആധാർ ID വെരിഫിക്കേഷന് വേണ്ടി ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതിലുള്ള ഏതെങ്കിലും ഒരു ID എല്ലാം നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ആഡ്സെൻസിൻ്റെ ID വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്